ചെമ്പകപ്പൂ തേനിതളതരം ചന്ദിര സുന്ദര പൂമുഖമത്രപ്പം ഗസലുകൾ തൻ പൊന്നൊളിഞ്ഞാലയിൽ ആടുന്നു സുലേഖ ബിവി. പാട്ട് കൂടാതെ ഇപ്പോൾ ഡാൻസിലും അതുപോലെ തന്നെ കാലിഗ്രാഫിയിലും ഇത് രണ്ടും ഹോബിയാന്ന് പറഞ്ഞല്ലോ. അപ്പോൾ തന്നെയല്ലേ പറഞ്ഞു പാട്ട് വളരെ ചെറുപ്പത്തിൽ തന്നെ ഡാൻസ് സ്റ്റാർട്ട് ചെയ്തു എന്ന് പറഞ്ഞു. പാട്ടിനൊക്കെ മുമ്പ് സ്റ്റാർട്ട് ചെയ്ത ഡാൻസ് ആണെന്നും പറഞ്ഞു. അപ്പോൾ ചെറുപ്പത്തിൽ ഡാൻസ് ശാസ്ത്രീയമായിട്ടോ അങ്ങനെ അല്ലെങ്കിൽ പ്രൊഫഷണലായിട്ട് പഠിക്കാൻ പോയിട്ടുണ്ടോ? ഞാൻ ചെറുപ്പത്തിൽ തന്നെ കലാഭവനില് തെരേസ മാം പഠിപ്പിച്ചിരുന്നു ഡാൻസ്. ആ ഒരു ടൈമിൽ തന്നെ UAE കീ ഫ്രെയിം എന്ന് പറഞ്ഞിട്ടൊരു ഓൺലൈൻ റിയാലിറ്റി ഷോയില് ഖത്തറിന് നാം മാത്രം സെലക്ട് ആയിട്ടുണ്ടായിരുന്നു ഫൈനൽ വരെ. അപ്പൊ ഫൈനല് അവിടെ ആയിരുന്നു UAE. ഫൈനലിലൊക്കെ കൂടാൻ പറ്റി. പിന്നെ അത് കഴിഞ്ഞിട്ട് സിനിമാറ്റിക് ഡാൻസ് ഷെഫിക് സാറായിരുന്നു പഠിപ്പിച്ചിരുന്നത്. പിന്നെ നാട്ടില് സീമ ടീച്ചറിന്റെ അണ്ടറിൽ അരങ്ങേറ്റം ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അതെ, അപ്പോ ഒരു അരങ്ങേറ്റമൊക്കെ ചെയ്ത് ഒരു എന്താ പറയാ ഫുൾ സെറ്റായി. ഡാൻസ് കിടക്കാലം വെച്ചിട്ട് പെട്ടെന്ന് സ്റ്റോപ്പായി പോയി എന്ന് പറഞ്ഞു. അപ്പൊ ഇതിപ്പോ ഇത്രേ പറഞ്ഞില്ലേ, ഇപ്പൊ അരങ്ങേറ്റമൊക്കെ കഴിഞ്ഞാണ്, ഫുൾ സെറ്റാണ്. അപ്പോ അങ്ങനെ ഇനി നിർത്തേണ്ട ഒരാളല്ല. അപ്പോ ഇനി വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യാനുള്ള പ്ലാൻ ഉണ്ടാ? അത് അന്ന് നിർത്താൻ കാരണം കൊറോണ ആയിരുന്നു. പിന്നെ ആ സമയത്ത് ഓൺലൈൻ ക്ലാസ് ഒക്കെ ആയിരുന്നു. പിന്നെ തുറന്നപ്പോഴത്തേക്കും 10th ആയി. പിന്നെ അതിന്റെ ഇടയ്ക്ക് കുറെ പഠിക്കാനുണ്ടായിരുന്നു. സ്പോർട്സ് ഒക്കെ ആയപ്പോ ട്യൂഷനൊക്കെ തുടങ്ങിയപ്പോ പിന്നെ ഡാൻസ് ക്ലാസ്സിന് പോകാനുള്ള ഒരു ടൈം ഉണ്ടായിരുന്നില്ല. അപ്പം അങ്ങനെ നിർത്തിയതായിരുന്നു. ഇപ്പൊ എന്തായാലും ഫുള്ള് ഫ്രീ ആയി. അപ്പൊ ഒന്ന് പൊടി തട്ടിയെടുക്കണം എന്നുണ്ട്. സെറ്റ്. ഡാൻസില് ഇപ്പോ ഒരുപാട് പ്രോഗ്രാംസ് ഒക്കെ കണ്ടക്ട് ചെയ്തിട്ടുണ്ടോ? അതിൽ ഒരു മെമ്മറബിൾ ആയിട്ടുള്ള ഒരു കോമ്പറ്റീഷനോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു പാർട്ടിസിപ്പൻസ് ആയിട്ടുള്ള ഒരു ഇവന്റ് ഏതായിരിക്കും? ഞാൻ ഇവിടുന്ന് ഒരു UAE ഓൺലൈൻ റിയാലിറ്റി ഷോ, കീ ഫ്രെയിംസിന്റെ ഒരു ഓൺലൈൻ റിയാലിറ്റി ഷോ ഉണ്ടായിരുന്നു. അതില് ഖത്തറിന് സെലക്ട് ചെയ്ത് ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഫൈനല് വരെ എത്തിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഫൈനല് അവിടെ UAE വെച്ചിട്ടായിരുന്നു. അതിന്റെ മെയിൻ ആള് റാഫി അങ്കിളായിരുന്നു. റാഫി വക്കം എന്ന് അങ്കിളായിരുന്നു. അങ്കിളോട് ഒരു വലിയ താങ്ക്സ് ഉണ്ട് അതിന്. അതെ, അത് ശരി. അപ്പോ ഖത്തറിൽ നിന്ന് ഇപ്പോ ഒരുപാട് സ്റ്റുഡൻസ് അതിലേക്ക് സ്ക്രീനിങ്ങിലുണ്ടായിരുന്നു. അതില് ഓൺലൈൻ റിയാലിറ്റി ഷോയിലേക്ക് സെലക്ട് ആയത് ഹിബ മാത്രമായിരുന്നു അല്ലേ? എന്നിട്ട് പിന്നെ അതിൽ വന്നിട്ട് ഗ്രാൻഡ് ഫിനാലയിൽ സെലക്ട് ആയിട്ട് പിന്നെ ഗ്രാൻഡ് ഫിനാലേക്ക് വേണ്ടിയിട്ട് ഷാർജയിൽ പോയി. ദാറ്റ്സ് ഗ്രേറ്റ്. എന്നിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ്? എങ്ങനെ ഉണ്ടായിരുന്നു സ്റ്റേജ് എക്സ്പീരിയൻസ്? ഗ്രാൻഡ് ഫിനാലെ എന്നൊക്കെ പറയുമ്പോൾ ആ ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു സെറ്റപ്പും അതൊക്കെ ആയിരിക്കും. ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? അതൊക്കെ ഉണ്ടായിരുന്നു. ഭയങ്കര ടാലന്റഡ് ആയിട്ട് കുറെ ഡാൻസേഴ്സ് ഉണ്ടായിരുന്നു. പിന്നെ അതിലിപ്പോ ചെറുത്തെന്ന് പറയണേ ഞാൻ തന്നെ ഉണ്ടായിരുന്നുള്ളൂ ആ ഒരു ടൈമില്. അതെ, അത് ഏത് ടൈമിലായിരുന്നു അത്? അപ്പോ ഞാൻ 5th പഠിക്കുമ്പോഴായിരുന്നു. 5th പഠിക്കുന്ന. പിന്നെ അവിടെ കുറെ വലിയ കുട്ടികളൊക്കെ ആയിരുന്നു. നല്ല കുറെ ഡാൻസേഴ്സിനെ കാണാൻ പറ്റി, കുറെ പേരെ പരിചയപ്പെടാൻ പറ്റി. അതെ. കൂടാതെ ആർട്സിലും ഹിബയുടെ കയ്യൊപ്പ് ചാർത്തി എന്ന് പറഞ്ഞു കാലിഗ്രാഫി, വൺ ഓഫ് ദ ബെസ്റ്റ് വൺ. കേട്ടപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അപ്പോ ആർട്ട് വർക്കുകൾ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിപ്പോ ഒരുപാട് കൊമേഴ്ഷ്യൽ സാധ്യതകളുള്ള ഒരു ഫീൽഡാണ്. നമ്മള് പാഷൻ എന്നതിനേക്കാളും നമുക്കൊരു ഇൻകം കൂടെ വരാനുള്ള ചാൻസസ് ഉള്ള ഒരു സംഭവമാണ് കാലിഗ്രാഫി എന്ന് പറയുന്നത്. ഒരുപാട് ആളുകൾ അവരുടെ ഹോം ഡിക്കോറൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ നമ്മുടെ കയ്യിൽ വരച്ചിട്ടുള്ള ഈ കാലിഗ്രാഫിയൊക്കെ ഉപയോഗിച്ച് വരുന്ന ഒരു ടൈമാണ്. അപ്പോൾ അതിനങ്ങനെ ആ ഒരു ലെവലിൽ എടുക്കാനുള്ള പ്ലാൻ ഉണ്ടോ? ഒരു ലെവൽ എടുക്കാൻ പ്ലാൻ ഇല്ല. ഇപ്പൊ തുടങ്ങിയിട്ടുള്ളൂ. ഞാന് കുറച്ചും കൂടി ഒന്ന് ഫുള്ള് ശരിയായിട്ട് വേണം. അതെ, അത് കാലിഗ്രാഫി ഏതെങ്കിലും ഇൻസ്ട്രക്ടറുടെ കീഴിൽ ചെയ്യാണോ അതോ സ്വന്തമായിട്ട് ട്യൂട്ടോറിയൽ നോക്കിയിട്ട് ചെയ്യാണോ? അതെ, അത് ശരി. സ്വന്തമായിട്ടുള്ള കഴിവാണ്. അപ്പോൾ ഇൻബോൺ കഴിവാണ് അത്. കാലിഗ്രാഫിയിലേക്ക് വരാണ്ടായ ഒരു ടേണിംഗ് പോയിന്റ് എന്താണ്? ഇപ്പോ ഡാൻസ് ആയിരുന്നു ചെറുപ്പം മുതൽ, ഡാൻസ്, പിന്നെ പാട്ട്, അങ്ങനെ ആയിരുന്നല്ലോ പോയിരുന്നത്. പിന്നെ ഈ ഒരു ആർട്സ് ആ ഒരു തോട്ടിലേക്ക് അങ്ങനെ ടേണിംഗ് പോയിന്റ് ഉണ്ടാവാനുള്ള ഒരു കാരണം എന്തായിരുന്നു?
ഈ കാലിഗ്രാഫിയിലേക്ക് വന്നത് കരീം കാലിഗ്രാഫി എന്ന് പറഞ്ഞ അങ്കിളുടെ വർക്ക്ഷോപ്പിന് ഞാൻ പോയിണ്ടായിരുന്നു. അപ്പോ അന്ന് ചെയ്തപ്പോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ ഒന്നുകൂടി ട്രൈ ചെയ്തപ്പോ ഏകദേശം എല്ലാം സെറ്റായി. കരിമ്പായുടെ വൺ ഡേ വർക്ക്ഷോപ്പിൽ പങ്കെടുത്തത് അതായിരുന്നു ഒരു ടേണിംഗ് പോയിന്റ്. നമ്മളൊക്കെ പറഞ്ഞാൽ ആ കരിമ്പായുടെ ഓരോ റീൽസ് ആയാലും കാണുമ്പോൾ തന്നെ നമുക്കിത് പറ്റിയില്ലല്ലോ എന്ന് നമുക്ക് തോന്നിപ്പോകും. കാരണം ഒന്നുമല്ല, മച്ചാൻ ഈ നമ്മുടെ ബെൻലീമിലൊക്കെയാണ് ഇപ്പോൾ കാലിഗ്രാഫി ചെയ്യുന്നത്. അത്ര എക്സ്പെർട്ട് ആയിട്ടുള്ള ഒരാളാണ്. പുള്ളിയൊക്കെ കണ്ടു കഴിഞ്ഞാൽ തന്നെ എല്ലാവരും ഇൻസ്പയർ ആവും. പക്ഷെ അത് ഇൻസ്പയർ ആയിട്ട് അവിടെ മൊബൈലിൽ സ്വിച്ച് ഓഫ് ആക്കി വെക്കാതെ അതിനെ തെരഞ്ഞെടുത്തല്ലോ, അത് അപ്രീഷിയേറ്റഡ് ആണ്. அன்போடு காதலன் நான் எழுதும் கடிதமே பொன்மணி பொன் வீட்டு சௌக்கியமா நான் இங்கு சௌக்கியமே உன்னை எண்ணி பார்க்கையில் கவிதை கொட்டது அதை எழுதும் நினைக்கையில் வார்த்தை முட்டது ஓ கண்மணி அன்போடு காதலன் நான் எழுதும் கடிதமே பொன்மணி பொன் வீட்டு சௌக்கியமா நான் இங்கு സൗഖ്യമേ. പാട്ടും ഡാൻസും ആർട്സിലിപ്പോൾ കാലിഗ്രാഫി പോരാത്തതിന് ഇതിനെല്ലാത്തിൻ്റെ മേലെ മോസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുന്ന പഠിപ്പ്, ഇതെല്ലാം കൂടെ ഇങ്ങനെ മിക്സപ്പ് ചെയ്തിട്ട് എല്ലാത്തിനും ഒരേ പ്രയോറിറ്റി കൊടുത്തിട്ട് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവിധ ഭാവങ്ങളും ഉണ്ടാവട്ടെ, എല്ലാത്തിലും ശോഭിക്കാൻ ഒരു സ്റ്റാറായി മാറാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുകയാണ് ജസ്റ്റ് റൈറ്റ് മീഡിയ. നമ്മുടെ ജസ്റ്റ് റൈറ്റിന്റെ കൂട്ടുകാരോട് ഹിബക്ക് എന്താണ് ഒരു പറയാനുള്ളത്? ഒരു കാര്യം എന്തായാലും ഉറപ്പാണ്, നമ്മുടെ ആഗ്രഹങ്ങളോ കഴിവുകളൊക്കെ നമ്മൾ പാരൻസിനോട് പറഞ്ഞാൽ എന്തായാലും നടക്കും, നല്ലതാണെങ്കിൽ നടക്കും എന്നുള്ളൊരു ഉറപ്പുണ്ട്. എൻ്റെ കട്ട സപ്പോർട്ടായ ഉപ്പയും ഉമ്മയും എൻ്റെ അനിയൻ ഹിഷാമും, കാരണം ഈ വീഡിയോസ് ഒക്കെ എടുത്തായിരുന്നൊക്കെ അവനായിരുന്നു. പിന്നെ ഫ്രണ്ട്സും ഫാമിലിയും ടീച്ചേഴ്സും എല്ലാവർക്കും ഒരു വലിയ താങ്ക്സ് ഉണ്ട്. മുഞ്ചായ മുഞ്ചുകൾക്കിലും തഞ്ചകമേറിയ യൂസഫ് നബിയിൽ ചഞ്ചല പൂമിടിവണ്ടിൻ നൂലി കൊണ്ട് സുലൈഖാപ്പി മലയെറിഞ്ഞേ. ഈടായിട്ട് മധുബാലകൃഷ്ണ സാറിനായിട്ടുള്ള ഒരു പാട്ട് വളരെ വൈറലായിട്ടായിരുന്നു. നല്ലൊരു ഫീലുള്ള നാടൻ ടച്ചുള്ള ഒരു പാട്ട്. ആ ഒരു ആൽബത്തിലേക്ക് അതെങ്ങനെയാണ് അങ്ങോട്ട് എത്തിപ്പെടാണ്ടായ ഒരു സിറ്റുവേഷനും അതുപോലെ മധുബാലകൃഷ്ണ സാറിനായിട്ട് ആ ഒരു സ്ക്രീൻ പങ്കിട്ടപ്പോൾ ഉണ്ടായിരുന്ന ഒരു എക്സ്പീരിയൻസ് ഒക്കെ എങ്ങനെയായിരുന്നു? കോട്ടയത്ത് വെച്ചിട്ടായിരുന്നു ഇതിന്റെ റെക്കോർഡിങ്ങും ഷൂട്ടിങ്ങും ഒക്കെ ഉണ്ടായത്. സാറിനെ കണ്ടപ്പോൾ ഇത്തിരി പേടിയുണ്ടായിരുന്നു, പക്ഷെ സാർ ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു. പിന്നെ റെക്കോർഡിങ്ങിന്റെ സമയത്തും കുറെ ടിപ്സ് എല്ലാം പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അത്. മ്യൂസിക് ജേർണിയിലെ ഒരു വലിയൊരു ലെസൺ ആയിരുന്നു അത്. ഇതിന്റെ ബാക്കിൽ ഇറക്കിയത് റാഫി അങ്കിളായിരുന്നു, റാഫി വക്കം. വൈറലായ ആ പാട്ടിന്റെ 2 വരി നമ്മുടെ കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് ഒന്ന് മൂളിയാൽ എങ്ങനെ ഉണ്ടാവും? കണ്ണിൽ കണ്ണൊഴിയും മണ്ണൻ തമ്പിയുടെ നെഞ്ചിൽ കാവടി മേളം, ചോളം കൊയ്തു വരും ചോലക്കാറ്റേ നിൻ ചുണ്ടിൽ തന്നേ പോയോ, പാട്ടിൻ പനി നേരേണം, മഴയോട് പരിഭവിക്കും മാർഗഴി പൂവേ, അഴകുള്ള തമിഴ് പേസും മല്ലിക പൂവേ, കുട്ടാല കുളിരരുവിക്ക് കുഞ്ഞനുജത്തി നീ, പൂമാല പൂങ്കുരുവിക്ക് കൂട്ടുകാരി, ചിറ്റോള ചിലമ്പണിയുന്ന ചെന്തമിഴത്തി, ചിന്ന ചിന്ന ചിറകാട്ടും കുയിൽ കുറുമ്പത്തി. ഒരുപാട് വിശേഷങ്ങൾ ചാറ്റ് ജസ്റ്റ് റൈറ്റ് ആയിട്ട് പങ്കുവച്ചു. ഒരുപാട് ഇത്രയൊരു ടൈം നമുക്ക് വേണ്ടി സ്പെൻഡ് ചെയ്ത് കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ വിശേഷങ്ങളൊക്കെ പങ്കുവെച്ച് കഴിഞ്ഞാൽ ചാറ്റ് ജസ്റ്റ് റൈറ്റിൻ്റെയും നമ്മുടെ ക്രൂസിൻ്റെയും നമ്മുടെ കൂട്ടുകാരുടെയും വലിയ നന്ദി പറയും. താങ്ക് യു. ഈ ഒരു ഇന്റർവ്യൂവിന് എന്നെ ക്ഷണിച്ച ജസ്റ്റ് റൈറ്റ് മീഡിയക്കും ഇതിന്റെ അണിയറ പ്രവർത്തകർക്കും കൂട്ടുകാർക്കും എല്ലാവർക്കും ഒരു വലിയ താങ്ക്സ്. മറ്റൊരു താരവുമായി ജസ്റ്റ് റൈറ്റ് മീഡിയ നിങ്ങളിലേക്ക് എത്തുന്നവരെ ചെറിയൊരു ഇടവേള. ഗുഡ് ബൈ. അപ്പോൾ
ഇതുവരെയായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ നമ്മൾ അറിയിക്കുക.